പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. ഉന്നത അധികാരികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ കൺഫ്യൂഷനാകുകയാണല്ലോ. ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ 10 ദിവസമായി വിഷമിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ, ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കും ചില തീരുമാനമെടുക്കാനുള്ള വഴികളെക്കുറിച്ചുള്ള അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് ഉചിതമായിരിക്കും എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. രാഹുലിനെയും പ്രിയങ്കയും ഒക്കെ കുട്ടികളായിരുന്നപ്പോൾ PM ഹൗസിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അങ്കിൾ, ആ റൈഫിൾ ഒന്ന് കാണിക്കുമോ എന്ന് രാഹുൽ എന്നോട് ചോദിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. അവരും പാർട്ടിയും ഇന്ന് ഹൈക്കമാൻഡുകളായി മാറി തീരുമാനങ്ങൾ എടുക്കാനാകാതെ വിഷമിക്കുകയാണ്. സത്യം പറയട്ടെ, അതേ ഹൈക്കമാൻഡ് നമ്മുടെ ഓരോ വീടുകളിലുമുണ്ട്. ഒരു മകളുടെ വിവാഹം തീരുമാനിക്കുമ്പോൾ, ഒരു മകനെ വിദേശത്തേക്ക് നമ്മൾ അയക്കുമ്പോൾ, ഒരു ജോലി രാജിവെക്കണമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു ഭൂമി വിൽക്കണമോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളും അതേ ആശയക്കുഴപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലേ? കാരണം തീരുമാനം എന്നത് വെറും ബുദ്ധിയുടെ കാര്യമല്ല, മനസ്സിൻ്റെയും ഭയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ഒരു യുദ്ധമാണ്. ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു കസേരയിൽ ഒരാളെ ഇരുത്തുക മാത്രമല്ല, ആ തീരുമാനത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകള്, ഒരു പാർട്ടിയുടെ ഭാവി, നൂറുകണക്കിന് നേതാക്കന്മാരുടെ സ്വപ്നങ്ങൾ, അധികാര സമവാക്യങ്ങൾ എല്ലാം കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ തീരുമാനമെടുക്കാൻ വൈകുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ സത്യം നാം മനസ്സിലാക്കേണ്ടത്. എന്തത്? തീരുമാനം വൈകുന്നത് ചിലപ്പോൾ അപകടമല്ല, നോ പ്രോബ്ലം. പക്ഷെ ഭയന്ന് തീരുമാനമെടുക്കാതെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കിക്കേ, ഒരു ഡോക്ടറിന്റെ കാര്യം എടുക്കാം. ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പോൾ അവർ എല്ലാ ടെസ്റ്റുകളും നോക്കും, റിസ്ക് വിലയിരുത്തും, രോഗിയുടെ ചരിത്രം പരിശോധിക്കും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഡോക്ടറിന് കത്തി വെച്ചേ മതിയാവൂ, അല്ലേ? കത്തി എടുക്കണം. അവൻ അനന്തമായി ആലോചിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? രോഗി മരിക്കും, യാതൊരു സംശയവുമില്ല. ജീവിതവും അതുപോലെ തന്നെയാണ്. തീരുമാനത്തിന് മുമ്പ് നാം ചിന്തിക്കണം, അറിയാം. പക്ഷേ ചിന്ത മാത്രം ജീവിതമാക്കരുത്. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ പ്രയോജനപ്പെടുന്നുവെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്നാമത്, ഇത് എൻ്റെ അഹങ്കാരത്തിൻ്റെ തീരുമാനമാണോ അല്ലെങ്കിൽ പൊതുനന്മയുടെ തീരുമാനമാണോ എന്ന് സ്വയം ചോദിക്കണം. ചോദിക്കാമോ? അവിടെ വഴി തെളിയും. പല നേതാക്കളും രാജ്യത്തേക്കാൾ സ്വന്തം ഗ്രൂപ്പിനെ രക്ഷിക്കുന്നതാണ്, അല്ലേ? അതാണ് അവർക്ക് ഇഷ്ടം, അവരുടെ ശ്രമവും അങ്ങനെയാണ്. പക്ഷേ കുടുംബങ്ങളിലും ശരിയായ തീരുമാനത്തേക്കാൾ ഞാൻ പറഞ്ഞത് ശരിയാകണം എന്ന മനോഭാവമാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമില്ലേ? അഹങ്കാരം കയറിയ മുറിയിൽ ബുദ്ധി പുറത്തേക്ക് ഇറങ്ങിപ്പോകും. രണ്ടാമത്തെ ഒരു കാര്യം, കോപത്തിലെടുത്ത തീരുമാനം കാറ്റിൽ എഴുതിയ കരാറ് പോലെയാണ്. ഒരു രാത്രിയിലെ ദേഷ്യത്തിൽ എത്ര ബന്ധങ്ങളാണ് തകർന്നു വീഴുന്നത്, അല്ലേ? ഒരു നിമിഷത്തെ അപമാനത്തിൽ എത്ര രാഷ്ട്രീയ സഖ്യങ്ങളാണ് പിളർന്നത്. നമ്മളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മനസ്സ് ശാന്തമാണോ എന്നൊന്ന് നോക്കണേ. കലങ്ങിയ വെള്ളത്തിൽ മുഖം പോലും വ്യക്തമായി കാണാനാവുമോ? മറ്റൊരു കാര്യം പറഞ്ഞാൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തീരുമാനം ലോകത്തിലില്ലേയില്ല. അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം, ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ മാത്രം മനസ്സിലാക്കിയ പോലെ നേതാക്കൾ മനസ്സിലാക്കണം. എല്ലാവരും
കൈയടിക്കട്ടെ എന്ന് കാത്തിരുന്നാൽ ചരിത്രം ഉറങ്ങിപ്പോകും. നാലാമതൊരു കാര്യം പറയാനുള്ളത്, തീരുമാനമെടുക്കുമ്പോൾ ഇന്നത്തെ ലാഭം മാത്രം നോക്കിയെടുക്കരുത്. ചില സുഗണന്മാർ അങ്ങനെയുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇന്ന് ഗ്രൂപ്പിനെ രക്ഷിച്ചേക്കാം, പക്ഷെ നാളെ ജനങ്ങളെ നഷ്ടപ്പെട്ടാൽ ആ വിജയം പരാജയമാണല്ലോ. ഒരച്ഛൻ മകനെ സന്തോഷിപ്പിക്കാൻ തെറ്റായ പണം കൊടുത്തേക്കാം, പക്ഷേ അതിലൂടെ അവൻ ജീവിതം നശിപ്പിച്ചേക്കാം. അതിനാൽ താൽക്കാലികമായ കൈയുടേക്കാൾ ദീർഘകാല സത്യത്തെ തിരഞ്ഞെടുക്കണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപകട സമയത്ത് ഡ്രൈവറിന്റെ തീരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സുകൊണ്ടെടുക്കുന്ന ഉറച്ച തീരുമാനം, ജീവൻ രക്ഷിക്കുന്ന തീരുമാനമാണിത്. ഒരിക്കൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവായിരുന്നു. ഒരു കാലി ബസ് വന്നു. ഞാൻ ചാടി കയറി. ധാരാളം സീറ്റ് ഉണ്ടായിരുന്നിട്ടും നല്ല സീറ്റ് നോക്കി വെപ്രാളം പിടിച്ച അവസാനം ഒരു സീറ്റ് പോലും കിട്ടാതെ എനിക്ക് നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ തീരുമാനമെടുക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് ഒരു പൊതുവായ രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരെന്താണെന്നോ? പെർഫെക്റ്റ് സിറ്റുവേഷൻ ഡിസോർഡർ എന്നാണ്. സിൻഡ്രോം, പെർഫെക്റ്റ് സിറ്റുവേഷൻ സിൻഡ്രോം. എല്ലാം പെർഫെക്റ്റ് ആയാൽ ഞാൻ തുടങ്ങാം, ഇതാണ് അവരുടെ രീതി. എല്ലാവരും ഒത്തു വന്നാൽ ഞാൻ പ്രഖ്യാപിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകാം. സുഹൃത്തുക്കളെ, കടൽ ശാന്തമായപ്പോൾ മാത്രം കപ്പലിറക്കിയവൻ പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തുകയില്ല. കൊടുങ്കാറ്റ് കണ്ടിട്ടും ദിശ തീരുമാനിച്ചവരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വലിയ ദുരന്തം കഴിവില്ലാത്ത നേതാക്കളല്ല, തീരുമാനമെടുക്കാൻ ഭയക്കുന്ന നേതാക്കളാണ്. കാരണം ഭയക്കുന്ന നേതാവ് എപ്പോഴും ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേൾക്കും. ധൈര്യമുള്ള നേതാവ് ചരിത്രത്തിന്റെ ശബ്ദം കേൾക്കും, അല്ലേ? ഒരു കാര്യം കൂടി പറയാം. തെറ്റായ തീരുമാനമെടുത്തവരെക്കാൾ ഒരിക്കലും തീരുമാനമെടുക്കാത്തവരാണ് ജീവിതത്തിൽ കൂടുതൽ പശ്ചാത്താപിച്ചിട്ടുള്ളത്, കൂടുതൽ പെട്ടുപോയിട്ടുള്ളത്. കാരണം പരാജയപ്പെട്ടവന് അനുഭവമെങ്കിലും ലഭിക്കും, പക്ഷെ ഭയന്ന് നിന്നവന് എന്തായിരിക്കും സ്ഥിതി? ഈ ചോദ്യം മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഹൈക്കമാൻഡുകൾ മാറും, മുഖ്യമന്ത്രികൾ മാറും, രാഷ്ട്രീയ പാർട്ടികൾ മാറും, പക്ഷേ ഒരു സത്യം ഒരിക്കലും മാറില്ല. തീരുമാനമെടുക്കാൻ ധൈര്യമുള്ളവരാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഇന്നേ വരെ. അവസാനം ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്. വഴി മുഴുവൻ തെളിഞ്ഞ ശേഷം യാത്ര തുടങ്ങുന്നവർ ഒരിക്കലും എത്തേണ്ടടുത്ത് എത്തിയില്ല. പക്ഷേ ഇരുളുണ്ടെങ്കിലും ഒരു ചൂട് മുന്നോട്ട് വയ്ക്കുന്നവരാണ് പുതിയ പ്രഭാതം കാണുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഹൈക്കമാൻഡിനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറ. താങ്ക് യു വെരി മച്ച്.